ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് ബ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലെ രാജീവ് ഗാന്ധി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ്, RGSH. അപ്പോൾ നമ്മളിവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ, ഒരു ക്യാൻറ്റീൻ പോലെ. അപ്പോൾ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇവിടെ നല്ല മസാല ചായയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ നമ്മുടെ ലക്ഷദ്വീപുകാരുടെ കുറേ സ്നാക്സുകളുണ്ടല്ലോ, നമ്മുടെ പപ്സ്, ഫിഷ് കട്ട്ലെറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് കേട്ടോ, സാൻഡ്വിച്ച്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് തുറന്ന് നോക്കി. പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സ്നാക്സും ഇതുപോലെ കൊണ്ടുവന്ന് നോക്കും. ഇവിടുത്തെ എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ തന്നെയാണ് കേട്ടോ കൗണ്ടറിൽ പോയി ഇത്ര കടിയും ഇത്ര ചായയും നമ്മൾ കുടിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ബീച്ച് റോഡിലൂടെ വന്നിട്ട് ഇന്നിവിടെ നമ്മുടെ കോടില്ല ഷിപ്പ് വരുന്ന ദിവസമാണ്. അപ്പോൾ അത് കാരണം ഇവിടെ രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഷിപ്പ് വരും കേട്ടോ. അപ്പോൾ ഗസ്റ്റുകളെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കും. ഐ ലവ് അഗത്തി എന്നൊക്കെ എഴുതിയേക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബീച്ച് റോഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റാളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപുകാരുടെ തനതായിട്ടുള്ള കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കലാകാരന്മാരൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വണ്ടികളൊക്കെ വന്നു തുടങ്ങും. ഗസ്റ്റുകളൊക്കെ ഇറങ്ങി തുടങ്ങുമ്പോൾ തന്നെ ഇവരുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ അറിയാം, അവിടെ വണ്ടികളൊക്കെ വന്നു. നമ്മുടെ ഈസ്റ്റേൺ ജെട്ടിയിലാണ് ഷിപ്പ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഗസ്റ്റുകളെയും കൊണ്ട് നമ്മുടെ ഈ ഒരു വെസ്റ്റേൺ സൈഡിൽ ബീച്ച് റോഡിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്നിറങ്ങുന്നുണ്ടോ. അപ്പോൾ ഇവരൊക്കെ വന്ന് ഇനി ഇപ്പോൾ തൊട്ട് ഇവിടെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ തുടങ്ങും കേട്ടോ. ഇവർക്കായിട്ടുള്ള സ്ക്യൂബ ഡൈവിങ്, സ്നോർക്ലിങ്, കയാക്കിങ്, അതുപോലെ ഇവിടെ ഫുഡും കാര്യങ്ങളും, ഫുഡിൻ്റെയൊക്കെ സ്റ്റാളുകൾ ഒരുപാട് ഇപ്പോൾ ഇവിടെ വരും കേട്ടോ. അതുപോലെ തന്നെ അവരിവിടുന്ന് തന്നെ സൈറ്റ് സീയിങ്ങിനായിട്ട് പോകും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവർ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇവരെ ഇനി തിരിച്ച് ഷിപ്പിലേക്ക് കയറ്റുന്നത്. അപ്പോൾ അവിടെ കുറച്ച് സ്റ്റാളുകളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ഫുഡിൻ്റെ സ്റ്റാളുകളൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ, അവരൊക്കെ വരുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് നടന്നിട്ട് നമ്മുടെ പഞ്ചായത്ത് ഹോട്ടലിൽ അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല പൊറോട്ട അടിക്കുന്നു കേട്ടോ. അത് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം തന്നെ ഇവിടെ നല്ലപോലെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് പോകാം. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് നല്ലൊരു ബിരിയാണി കഴിക്കണം. അപ്പോൾ നമ്മൾ എവിടെയാണ് ബിരിയാണി കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ തെക്ക് ഭാഗത്തൊരു ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇന്ന് ഉച്ചയ്ക്ക് നല്ല ചിക്കൻ ബിരിയാണിയും ഫിഷ് ബിരിയാണിയും ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരോട് നമ്മൾ വിളിച്ചു പറഞ്ഞു, നമുക്ക് 2-3 ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നമുക്കായിട്ടുള്ള ബിരിയാണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകും ഇവിടെ സാധനങ്ങളൊക്കെ. കാരണം ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നതിനപ്പുറം ചിലപ്പം സാധനങ്ങളൊക്കെ തീർന്നു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു നമുക്കുള്ള ബിരിയാണി മാറ്റി വെക്കാൻ വേണ്ടി. അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയും ഫിഷ് ബിരിയാണിയും ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലെ ചിക്കൻ ബിരിയാണിയുടെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു ബീബീസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ 2 ദിവസമായിട്ട് ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റേതായ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നാളെ നമ്മുടെ ദ്വീപിൽ ഒരു വിശേഷമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ ദ്വീപ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിശിഷ്ട വ്യക്തി വരുന്നുണ്ട്. ആരാണെന്നല്ലേ? നമ്മുടെ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി നമ്മുടെ ദ്വീപ് സന്ദർശിക്കാനായിട്ട് അഗത്തി ദ്വീപിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നാളെ 3 മണിക്കാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വലിയ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയായപ്പോൾ തന്നെ ഒരു 2:30 ആയപ്പോൾ തന്നെ നമ്മൾ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. 3 മണിക്കാണ് ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ഇവിടേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇത്രയും വലിയ സ്റ്റേജും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നവരൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ കുറച്ച് നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ദ്വീപിലുള്ള ഗായകന്മാരൊക്കെ പാടുന്നുണ്ടായിരുന്നു.
അപ്പോൾ ദേ നമ്മുടെ ഹോണറബിൾ വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധങ്കർ ദാ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ സ്റ്റേജിലേക്ക് കയറി. അപ്പോൾ ദാ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. എന്ത് തിരക്കാണെന്ന് നോക്കിയേ. നമ്മുടെ ദ്വീപിലുള്ള 3/4% ആൾക്കാരും നമ്മുടെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ തിരിച്ച് ഇറങ്ങി പോകുന്ന സമയത്ത് അവർ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ തിരക്കിനകത്തൂടൊക്കെ ഇനി അപ്പുറത്ത് പോകണം. അപ്പോൾ നമ്മുടെ ബാക്കിൽ നിന്നൊക്കെ ദേ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. എല്ലാവരും ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെ എല്ലാവരും പോകുന്ന വഴിക്ക് നമുക്ക് സ്നാക്സും വെള്ളമൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഫ്രൂട്ടിയൊക്കെ തരുന്നുണ്ടായിരുന്നത് അപ്പുറം ഇപ്പുറമൊക്കെ നിന്ന് സ്നാക്സ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ദേ എല്ലാവരും അതും വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ദേ നമുക്കും കിട്ടി ഒരു പൊതി. അപ്പോൾ പരിപാടികളൊന്നും തീർന്നിട്ടില്ല. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കലാകാരന്മാർ വന്നിട്ടുണ്ട്. കുറേ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്രോഗ്രാംസ് ഇന്ന് രാത്രിയിലാണ് നമ്മുടെ ഈ സ്റ്റേജിൽ നടക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം പോയിട്ട് ഇനി രാത്രി വീണ്ടും ആ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് വരണം. അപ്പോൾ ദേ നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ച് കുട്ടികൾ ഇതാ ഇവിടെ ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിലെ തന്നെ മിനിക്കോയ് ദ്വീപുണ്ട് കേട്ടോ. ആ മിനിക്കോയ് ദ്വീപിലെ അവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസാണിത്, ബാണ്ടിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ VVIP എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ ടൈമിൽ ഇവർ ഈ ഒരു പെർഫോമൻസ് അവിടെ കാഴ്ച വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരിപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇതാ ഇവിടെ കുറച്ച് കേരളത്തിൽ നിന്നൊക്കെ കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ കുട്ടികളോട് ആ ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അതേ അവർ നമ്മുടെ മുന്നിലും ആ ഒരു പെർഫോമൻസ് കാഴ്ച വെച്ച് കേട്ടോ. അപ്പോൾ നമുക്കറിയുന്ന കുട്ടികളാണിത്. അപ്പോൾ ഞാനും നിന്ന് അവരുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നിങ്ങൾ എവിടെ നിന്ന് വന്നവരാ? കണ്ണൂര്. ഇന്ന് പോവാന്നോ? വന്നിട്ട് കുറേ ആയോ? ചൊവ്വാഴ്ച വന്നത്. ആണോ? അടിപൊളിയല്ലേ? അപ്പം ശരി, ഓക്കെ. അങ്ങനെ ദാ നമ്മൾ കുറച്ച് കേരളക്കാരെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ നമ്മുടെ വെസ്റ്റേൺ ജെറ്റിയുടെ അവിടോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പാലത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കൊടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൂരേന്ന് നമുക്ക് പരിചയമുള്ളൊരു പോലീസുകാരൻ വരുന്നുണ്ട് കേട്ടോ. അവരവിടുന്ന് ഹായ് ഒക്കെ കാണിച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ അഗത്തി ദ്വീപിൽ നേരത്തെ ഉണ്ടായിരുന്ന പോലീസുകാരനെ. ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നത്? കൽപ്പനയിൽ. പേര് മുഹമ്മദ് ദവാഹർ. വീണ്ടും ഇവിടെ ഡ്യൂട്ടിയിൽ വന്നതല്ലയോ? ഇത് നമ്മുടെ അഗത്തി ദ്വീപിൽ നേരത്തെ വർക്ക് ചെയ്തിരുന്ന പോലീസുകാരനാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കൽപ്പേനി ദ്വീപിലാണ്. ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ അഗത്തിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ പുതിയതായിട്ട് ഒരാളുണ്ട് കേട്ടോ. ആള് കേരളക്കാരിയാണ്. ആരാണെന്ന് നമുക്ക് ചോദിക്കാം. ഹേയ്, ഇതാരെന്നറിയോ? ഇന്ന് നമ്മുടെ കൂടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഗിനീഷിൻ്റെ വൈഫാണിത്. ഇപ്പോൾ റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഇവർ വന്നത് ലക്ഷദ്വീപിലേക്കാണ്. അപ്പോൾ ഗിനീഷ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ അഗത്തി ഐലൻഡിലാണ്. പേരൊന്ന് പറഞ്ഞേരേ. ആതിര. ആ അതെ, നമ്മുടെ കൂടെ ഇന്ന് വന്നു കേട്ടോ. നമ്മളിന്ന് ഇവിടെ മറ്റേ VIPസിനൊക്കെ കാണാൻ വേണ്ടി വന്നതല്ലേ. അപ്പം ഞങ്ങൾ കണ്ടു. അതെ അതെ, ഞങ്ങളൊന്ന് ലക്ഷദ്വീപിലൊന്ന് ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരട്ടെ അല്ലയോ? ഓക്കെ. അപ്പോൾ നമ്മുടെ തന്നെ ബാക്കിയുള്ളവർ അവിടെ നിൽക്കുന്നുണ്ട്. വേണ്ട, അടിപൊളി കൊടിയും കാര്യങ്ങളൊക്കെ അടിപൊളി സൂപ്പർ. ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരട്ടെ എന്തായാലും. അപ്പോൾ ഗിനീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗത്തി ദ്വീപിലെ കാനറ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇവരുടെ കല്യാണം ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത്. അപ്പോൾ അവർ ട്രിവാൻഡ്രംകാരാണ് കേട്ടോ. അവർ നേരെ കല്യാണം കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ അഗത്തിയിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നത് നേരെ നമ്മുടെ ലഗൂൺ ബീച്ചിലാണ്. ഇവിടെ വന്ന് കുറേ നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. അതിനിടയ്ക്ക് 2 കേരളക്കാരെ നമ്മൾ കണ്ടു. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. കേരളത്തിൽ നിന്ന് വന്നേക്കുന്നവരെ പേരൊന്ന് പറയുമോ? ടോണി, ലിൻഡോ. അപ്പോൾ വീണ്ടും 2 കേരളക്കാരെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, മിക്ക ദിവസങ്ങളിലും നമ്മൾ കുറേ ആൾക്കാരെ പരിചയപ്പെടാറുണ്ട് ഇവിടെ. കാരണം ഒരുപാട് ഗസ്റ്റുകൾ വരുന്നതാണ്. ഒരുപാട് പേര് നമ്മുടെ ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് പേരെ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേര് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ മനസ്സിലായിട്ട് നമ്മളോട് വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാംസ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് കലാകാരന്മാർ ഇവിടെ വന്നിട്ടുണ്ട്.
ഫസ്റ്റ് നോക്കിയിട്ട് സെക്കൻഡിക്ക് ചില്ലും വെച്ചോ വെച്ചോ ഒന്നുകൂടി വെച്ചോ മുറ്റാളും മുടിതാളം കളിയാടും നടേനും തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം തുടിതാളം മഴയുടെ മേളം നിൽക്കും നരവനതാളം പരിചകളുടെ വൈമാര് പോലുള്ള നാടൻ പാട്ട് കന്യകയായി വിളയാടും നാട് ബംഗാരം അറബിക്കടലിൻ അറബിക്കടലിൻ പവിഴപ്പുറ്റുകളാ അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിലെ കലാരൂപങ്ങളായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദ്വീപിലെ കുറച്ച് പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ദ്വീപിൽ തന്നെ കുറേ നല്ല ഗായകന്മാരുടെ നല്ല അടിപൊളി പാട്ടുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിവേ നല്ല അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു. കണ്ടിരുന്ന കാണികളായ നമുക്ക് നല്ല കണ്ണിന് കുളിർമയേകുന്ന അടിപൊളി ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സ്റ്റേജ് ഫുള്ളായിട്ടുണ്ട്. നമ്മുടെ ദ്വീപിലെ മിക്ക ആൾക്കാരും ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ദ്വീപിലെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം.